ഞാനിപ്പോൾ ഒരു 3-4 വർഷം കൊണ്ട് UPSC എന്ന് പറഞ്ഞ ഒരു സ്ട്രീമിലേക്ക് കുറച്ച് കോച്ചിങ്സും ഫൗണ്ടേഷൻസും സിവിൽ 360 ഇങ്ങനെയൊക്കെ പോകുന്ന ഒരാളാണ്. പക്ഷേ ഓരോ തവണയും ഇപ്പം ഇൻക്ലൂഡിങ് GSൻ്റെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ ഓരോ തവണയും ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് കാണുമ്പം പലതും പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ എനിക്കത് എങ്ങനെ എഴുതണം, ഇല്ലെങ്കിൽ എങ്ങനെ അത് ആൻസർ ഷീറ്റിലേക്ക് ചെയ്യണം, അത് ഇൻക്ലൂഡിങ് PTS ഉൾപ്പെടെ. ഇപ്പോൾ ടെസ്റ്റ് സീരീസ് ചെയ്യുമ്പോൾ പേടിയാണ്, സത്യം പറഞ്ഞ ഒരു കോൺഫിഡൻസ് ഇല്ല ചെയ്യാൻ. അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു പേടിയാണ് എങ്ങനെ ചെയ്യും. പക്ഷേ അത് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെനിക്ക് അറിയാമായിരുന്നു. പക്ഷേ അത് കറക്റ്റ് ടൈമിൽ നമുക്ക് ചെയ്യാൻ പ്രിലിംസോ മീൻസിൻ്റെ ക്വസ്റ്റ്യൻസിൽ കറക്റ്റ് ആ ടൈമിൽ നമുക്കത് പേപ്പർ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, അതല്ലെങ്കിൽ ഒരു പേടി, അതല്ലെങ്കിൽ ആ കറക്റ്റ് ഐഡിയ ആ ടൈമിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം എനിക്ക് കുറച്ച് നാളുകൊണ്ടേ ഉണ്ട്. അതുമല്ല, ഇന്ന് ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് തന്നെ എനിക്ക് വളരെ സങ്കടം തോന്നിയതാണ്. ഞാൻ ഫോർച്യൂൺ അക്കാഡമിയിൽ സോഷ്യോളജി ഓപ്ഷണലിന്, എൻ്റെ ഓപ്ഷണൽ സോഷ്യോളജിയാണ്, അവിടെ ഞാൻ ജോയിൻ ചെയ്തു. ആ സമയത്ത് എൻ്റെ ഫസ്റ്റ് എക്സാമിൻ്റെ സോഷ്യോളജി എസ്സേയിൽ എനിക്കൊരു 15-ൽ 12 മാർക്ക് സ്കോർ ചെയ്ത ഒരാളാണ്. ഇന്ന് 15-ൽ 7 മാർക്കായിട്ട് കുറഞ്ഞു. അപ്പം സത്യം പറഞ്ഞാൽ അത് നമുക്കൊരു പുറകോട്ട് വലിക്കുന്നൊരു സങ്കടം കൂടാണ്. അപ്പം സത്യം പറഞ്ഞാൽ അന്നേരം എങ്ങനെയത്, പക്ഷേ ആ എസ്സേ എഴുതിയതുപോലെ തന്നെയാണ് ഞാൻ ഇതും പ്രസൻറ്റ് ചെയ്തത്. അതിന് പഠിച്ചതുപോലെ തന്നെയാണ് ഞാൻ കഴിഞ്ഞ എക്സാമിനും പ്രിപ്പയർ ചെയ്തത്. പക്ഷേ അവിടെ വന്ന ആ ഒരു കുറവ് എന്നെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തു. അപ്പം അതെങ്ങനെയാണ്, ഇല്ലെങ്കിൽ അതെങ്ങനെ മാറ്റാം, എങ്ങനെ അത് ഓവർകം ചെയ്യാം, അതും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എങ്ങനെ കിട്ടും, അത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടണം എന്നൊരു എക്സ്പെക്റ്റേഷൻ എനിക്കുണ്ട്. പക്ഷേ ഇൻ കേസ് കിട്ടിയില്ലെങ്കിൽ സെക്കൻഡിലെങ്കിലും കിട്ടണമെന്നൊരു ഒരാഗ്രഹമുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത് സാർ ഒന്ന് പറയാം. ഇതിനകത്തൊരു ഇഷ്യൂ ആയിട്ട് മീൻസ് ഇപ്പോൾ പറഞ്ഞൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, പറഞ്ഞു 15-ൽ 12 കിട്ടി, 15-ൽ 7 കിട്ടി. നമ്മുടെ പ്രധാന പ്രശ്നം ശരിക്കും പറയുകയാണെങ്കിൽ ഇതാണ്, നമ്മൾ സ്കോറിനെ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാറുണ്ട്. ഇപ്പം എല്ലാ സാധനങ്ങളും വളരെ കോമ്പറ്റീറ്റീവാണ്. പക്ഷേ പ്രത്യേകിച്ച് മലയാളികൾ നമ്മൾ കോമ്പറ്റീറ്റീവ് ആവുന്നത് നമ്മുടെ പിയർ ഗ്രൂപ്പിനകത്ത് നമുക്ക് സക്സീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ്. നമ്മൾ സ്കോർ ചെയ്യാൻ ശ്രദ്ധിക്കുമ്പം നമ്മളൊരു ഗ്രൂപ്പ് എടുക്കുക, ഓക്കെ, ഒരു ABCDEF ഒരു 6 പേരുള്ളൊരു ഗ്രൂപ്പ് എടുക്കുക. ഇപ്പോൾ 200 മാർക്കിൻ്റെ ഒരു ടെസ്റ്റ് കിടക്കുന്നു. ഒരാൾക്ക് 30, ഒരാൾക്ക് 31, ഒരാൾക്ക് 32, 33, 34, Fന് 40 മാർക്കുണ്ട്. F വിൽ ബി വെരി ഹാപ്പി. എന്താണ്, ബാക്കിയുള്ളവരെക്കാട്ടിലും കിട്ടി, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ആ ഒരു പ്രശ്നം നമുക്കുണ്ട്. കാരണം നിങ്ങൾ ഈ ടെസ്റ്റ് എഴുതുന്ന പ്രിലിംസിനാണെന്നുണ്ടെങ്കിലും മെയിൻസിനാണെങ്കിലും എഴുതുന്നതിൽ ഇപ്പോൾ നമുക്ക് വേറെ, ഇപ്പോൾ നിങ്ങൾ UPSCയിൽ പേപ്പർ എഴുതുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടുന്ന ആൻസേഴ്സും ഉണ്ട്, അല്ലെങ്കിൽ 0 കിട്ടുന്ന ആൻസേഴ്സും ഉണ്ടാവും, 8 കിട്ടുന്ന ആൻസേഴ്സും ഉണ്ടാവും. നെവർ ട്രൈ ടു ബിക്കം എ പെർഫെക്ഷനിസ്റ്റ്. ഇത് പെർഫെക്ഷൻ്റെ ക്വസ്റ്റ്യൻ അല്ല, ബട്ട് യു ഷുഡ് ബി ഇൻ ആൻ ആവറേജ്. നിങ്ങൾക്ക് എന്ത് വേണം, ഒരു 8 മാർക്ക് കിട്ടുന്ന ക്വസ്റ്റ്യനും 2 മാർക്ക് കിട്ടുന്ന ക്വസ്റ്റ്യനും ഉണ്ടാവും. 8ഉം 2ഉം 10, രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 5 മാർക്ക് ആവറേജ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്താൽ മതി. 20 ക്വസ്റ്റ്യനിൽ എത്രയായി? 100 മാർക്ക്. കംപ്ലീറ്റ്ലി സാറ്റിസ്ഫാക്ഷൻ. കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 400 എന്ന് പറയുന്നൊരു ഗ്യാപ്പിനെ ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് 12-ൽ അത് 7ആയി മാറി, അവിടുത്തെ ഡിഫറൻസ് എന്താണ്? നമ്മൾ പഠിക്കുന്ന ഒരേ ഐഡിയ ആയിരിക്കും, പക്ഷേ ക്വസ്റ്റ്യൻ്റെ ഡിമാൻഡ് ചിലപ്പോൾ അതായിരിക്കില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2017 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, റൈറ്റ് ടു പ്രൈവസി. നിങ്ങൾ മെയിൻസിൻ്റെ GS2 എടുത്ത് നോക്കുകയാണെങ്കിൽ റൈറ്റ് ടു പ്രൈവസിയുടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. വാട്ട് ഈസ് ദ ഇമ്പാക്ട് ഓൺ റീസെൻറ്റ് ജഡ്ജ്മെൻറ്റ് ഓൺ റൈറ്റ് ടു പ്രൈവസി ഇൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? അതായത് പുട്ടസ്വാമി കേസ് എന്ന് പറയുന്ന കേസിൻ്റെ ഇമ്പാക്ട് എന്താണെന്ന് ചോദിച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ നോർമലി എല്ലാവരും എഴുതിയിരുന്നത് എന്താണ്? പുട്ടസ്വാമി കേസിൽ അത് പറഞ്ഞു, ഇത് പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. ഇത് ഓക്കെ ആൻസർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൈറ്റ് ടു പ്രൈവസിനെ നിങ്ങൾ അഡ്രസ്സ് ചെയ്തു. പക്ഷേ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ഇമ്പാക്ട് ഓഫ് റൈറ്റ് ടു പ്രൈവസി ഇൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? ആർട്ടിക്കിൾ 14 എന്ത് പറ്റി? ചേഞ്ച് വന്നു. LGBT നേരത്തെ നമുക്ക് എന്തേ ഉള്ളായിരുന്നു? കാസ്റ്റ്, റേസ്, സെക്സ് ഇങ്ങനെ പറഞ്ഞിട്ട് ജെൻഡർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മെൻ ആൻഡ് വിമൻ ഈ ഇക്വാലിറ്റിയെ പറയുന്നുള്ളൂ. റൈറ്റ് ടു പ്രൈവസി വന്നപ്പോൾ എന്ത് പറ്റി? ഓട്ടോമാറ്റിക്കലി LGBT കമ്മ്യൂണിറ്റി വന്നു. അൺടച്ചബിലിറ്റീനെ വൈഡൻ ചെയ്തു. നേരത്തെ എന്തായിരുന്നു? കാസ്റ്റ് ബേസ്ഡ് അൺടച്ചബിലിറ്റിയിലാണ് നിന്നത്. ഇപ്പോൾ എന്തായിട്ട് മാറി? അതിനെ നമുക്ക് LGBT അവരെ ഒരു അൺടച്ചബിൾസ് ആയിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് വെദർ യു ആർ അണ്ടർസ്റ്റാൻഡിങ് ദ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസറിങ് ദ ക്വസ്റ്റ്യൻ, ഇതിനെ നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റണം. അപ്പോൾ മാർക്ക് കൂടുതലോ കുറവോ കിട്ടിക്കോട്ടെ, പക്ഷേ ഇപ്പോൾ 7 കിട്ടിയ ക്വസ്റ്റ്യനിൽ അടുത്ത പ്രാവശ്യം അതേ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ പിന്നെ 7 കിട്ടാൻ പാടില്ല. അതിനെ അഡ്രസ്സ് ചെയ്യാം. ആ ക്വസ്റ്റ്യൻ ഒരു ഡിമാൻഡ് ഉണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് നിങ്ങളത് മിസ് ചെയ്ത് പോയെന്നുള്ളൊരു ഐഡിയ മനസ്സിലാക്കിയിട്ട് അതിനെ അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ സ്ട്രാറ്റജി ഇതാണ്. എത്ര ആയിക്കോട്ടെ, ചിലപ്പോൾ 200 പ്രിലിംസിൻ്റെ ഒരു 200 മാർക്ക് ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുക
10 മാർക്കായിരിക്കാം, 15 മാർക്കായിരിക്കാം, 50 മാർക്കായിരിക്കാം. പക്ഷേ നെക്സ്റ്റ് ടെസ്റ്റിൽ 10 മാർക്ക് കിട്ടിയിട്ടിരിക്കാൻ പാടില്ല. അവിടുന്ന് കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ആണ്. 15 മാർക്കിൽ എത്താൻ ശ്രമിക്കുക, അല്ലെങ്കിൽ 40 കിട്ടിയാൽ 45 എത്താൻ ശ്രമിക്കുക. അങ്ങനെ ഒരു 10-15 ടെസ്റ്റ് കഴിയുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് യുവർ മിസ്റ്റേക്ക്. നിങ്ങൾക്ക് എന്താണെന്നുള്ള ഒരു ഐഡിയ, യു വിൽ ബി അണ്ടർസ്റ്റാൻഡിങ് ദി ഇഷ്യൂസ് വിത്തിൻ യുവർ സെൽഫ്. നിങ്ങൾക്ക് ഉള്ള ഇഷ്യൂസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, അത് റെക്ടിഫൈ ചെയ്യുക. ഇതൊരു എന്താ പറയുക, ഒരു 2020 അല്ല, ഒരു ഒറ്റയടിക്ക് നിങ്ങൾ എഴുതുന്നു ക്ലിയർ ചെയ്യുന്നു, ഇതല്ല. ഇതൊരു വളരെ ടെസ്റ്റാണ്, ഒരു വളരെ ലോങ് റേഞ്ചിലുള്ളൊരു ടെസ്റ്റാണ്. നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങൾക്ക് പിച്ച് വളരെ സന്തോഷമായിരിക്കും, നിങ്ങൾക്ക് പഠിക്കാൻ വളരെ സന്തോഷമായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ പിച്ചിന് പദം വരും, അപ്പോൾ നിങ്ങൾ ബാറ്റിങ്ങിന് ഇറങ്ങണം. അപ്പോൾ അവിടെയും ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ മഴ പെയ്യുവാണെങ്കിൽ പിന്നെ റിപ്പീറ്റ് ചെയ്ത് വരണം. അതായത് പ്രിലിംസ് തോക്കാം, മെയിൻസ് തോക്കാം. നിങ്ങൾ മെയിൻസിന് ടെസ്റ്റുകൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇഷ്യൂസ് വരാം. പക്ഷേ യു ഷുഡ് ബി അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഈസ് ദ ചേഞ്ച്. ആ പാറ്റേൺസ് മനസ്സിലാക്കുക, നിങ്ങൾക്ക് വരുന്ന ഇഷ്യൂസ് മനസ്സിലാക്കുക, അതിനെ റിസോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അത് മാത്രം നോക്കിയാൽ മതി.